ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഏത് തരത്തിൽ ആ ഒരു വിഷയത്തെ കാണുന്നു? ഇത് ഒറ്റക്കെട്ടായി നിന്ന് മറുപടി കൊടുക്കേണ്ട ഒരു സമയത്ത് ഇതിനകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിൽ വീണു പോയിരിക്കുന്നു ചിലർ. അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഒരിക്കലും ആ പക്ഷത്തല്ല. എന്താ വെച്ച് കഴിഞ്ഞാല്, കാര്യം ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന, അതായത് പേര് ചോദിച്ച്, ജാതി ചോദിച്ച്, മതം ചോദിച്ച് അവർ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇത്ര സ്പെസിഫിക് ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ്. അതിന് വളരെ കൃത്യമായ ഉദ്ദേശമുണ്ട്. അത് വളരെ കൃത്യമായി വീശി എറിഞ്ഞ ഒരു ചൂണ്ടയാണ്. അതിൻ്റെ അകത്ത് കൊത്താതിരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഓരോ പൗരൻ്റെയും കടമയാണ്. അത് കൃത്യമാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇങ്ങനെ വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ട്രാപ്പിൽ കൊടുക്കാതിരിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമായൊരു കാര്യം. ഇത് കൃത്യമായി നടന്നു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് ചെയ്ത അതേപോലെ അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇവിടെ. എന്താണ് അവർ ഈ ഹമാസ് ഭീകരവാദികൾ അവിടെ കടന്നു കയറി ആ ജൂതന്മാരെയും അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുപ്പ്, ബഹുഭൂരിപക്ഷം അത് ജൂതരാഷ്ട്രമാണ് ഉണ്ടാവുന്നത്, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പിൽ വിലപേശിയ അതിൻ്റെ മറ്റൊരു അതാണ് ഇവിടെ കൃത്യമായിട്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും, യാതൊരു വ്യത്യാസവും അതിൻ്റെ മുമ്പിലില്ല. അവർ ഇപ്പം ഇവിടെ എല്ലാവരും ഒരേപോലെ പറഞ്ഞിരിക്കുന്ന പോലെ, ഇപ്പോൾ രാഹുലേശ്വരം പറഞ്ഞു, എല്ലാവരും പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇന്ത്യയായിട്ട് ഒരു ഒരു ത്രഷോൾഡിന് കീഴിലുള്ള ഒരു കൺട്രോൾഡ് ടെൻഷൻ എന്നും പാകിസ്ഥാൻ അത് ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യ വിരോധത്തിലാണ്. ഇത് തന്നെയാണ് ഇപ്പൊ ഹമാസിന്റെ നോക്കിക്കോളൂ. അവർ ഒരിക്കലും തീർച്ചയായും ഇസ്രായേൽ തിരിച്ചടിക്കും എന്നവർക്കറിയാമായിരുന്നു. പക്ഷെ ആ തിരിച്ചടിയുടെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടാകും എന്നവർ ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല. അവർ ഈ അടുത്ത കാലത്ത് സമ്മതിക്കുകയും ചെയ്തു. കുറെ 1000 പേരെ തട്ടിക്കൊണ്ടുപോയി ഒരു ഇത്ര പേരെ അവരടിക്കുമായിരിക്കും, കൊല്ലുമായിരിക്കും, നെഗോഷിയേറ്റ് ചെയ്തു, അവരുടെ ആൾക്കാരെ വിട്ടു, അതവിടെ കഴിഞ്ഞു. കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു കാര്യം. ഇതുപോലെ തന്നെ ഇപ്പോഴും പാകിസ്ഥാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഉറിയിൽ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ ബാലക്കോട്ട് സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗിലും ഇന്ത്യ എടുക്കുന്ന ഒരു തീരുമാനം എന്താ പറഞ്ഞാൽ, ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് എലമെന്റ് ഈ തിരിച്ചടിയിൽ ഉണ്ടാകും. ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇത്തരം ഭിന്നിപ്പിച്ച് നിർത്തുവാനുള്ള നീക്കത്തിൽ കൊത്തരുത് എന്ന്. അവനെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെയൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ കശ്മീരിലെ മുഴുവൻ കടകൾ അടച്ചിടുക, അങ്ങനെ വളരെ പെട്ടെന്ന് അവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, താങ്കളും കണ്ടു കാണും, ഈ ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് അവിടുത്തെ കടകളിൽ നിന്നുള്ളവർ എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിച്ചു നൽകുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് എല്ലാ പിന്തുണയും നൽകി അവിടെ നിന്ന് ഒഴിവായവർക്ക് യാത്ര പറയുന്ന അതിമനോഹരമായ ദൃശ്യം നമുക്ക് കശ്മീരിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ നാട്ടുകാരിൽ ഒരാളാണ് ഭീകരരുടെ തോക്ക് വാങ്ങിച്ച് അങ്ങനെ ധീരമൃത്യുവിന് ഇരയാവുകയും. ആ ഒരു മാറ്റം അത് മുമ്പുണ്ടായതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ആ ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് വാഹനങ്ങളിൽ കണ്ണീരോടെ മടങ്ങുന്നവരെ ആശ്വസിപ്പിക്കുന്നു, അവർ കുടിവെള്ളം വിതരണം ചെയ്യുന്നു, അവർ കൈ കൊടുക്കുന്നു, ഒരു പരിധിവരെയെങ്കിലും അവർ ക്ഷമാപണം നടത്തുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഈ കാഴ്ച കശ്മീരിൽ ഇതിനു മുമ്പ് കാണാൻ സാധിച്ചിട്ടില്ല. ശ്രീ ഷാബു പ്രസാദ്, തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാശ്മീരിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റമാണത്. അപ്പോൾ ഈ കഴിഞ്ഞ 70 വർഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദശാബ്ദങ്ങളുടെ വില എത്രയാണെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രയോ നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു. പോട്ടെ, നഷ്ടപ്പെട്ടു പോയത് പോയി, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് ആ ജനങ്ങളുടെ ഇടയിലേക്ക് വികസനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആ ശുദ്ധവായു കടന്നു ചെന്നപ്പോൾ ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ റിസൾട്ടാണിത്. അതാണ് ഇവിടെ കണ്ടത്. കാര്യം ഈ ഒരു മഹാഭാവത്തിലൂടെ ഈ പാകിസ്ഥാനും ഈ തീവ്രവാദികളും ചെയ്തിരിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുകയാണ്. അതായത് ടൂറിസ്റ്റ് സീസൺ തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ അതിന്റെ പീക്കിലേക്ക് പോവുകയാണ്. ലോകരാഷ്ട്രങ്ങൾ എത്രയോ ഇപ്പം യൂസഫ് അലി അടക്കമുള്ള
എത്രയോ വലിയ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. കാശ്മീർ വികസനത്തിന്റെ പുതിയ മേഖലകളിലെ പുതിയ ആകാശങ്ങളിലേക്ക് വളരുകയാണ്. അവിടെ LOC വരെ ഇവിടെ ട്രെയിൻ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കാണുമ്പം ഇനി അത് വേറൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല, നീയൊന്നും ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല എന്ന കൃത്യമായ മെസ്സേജ് പല കാര്യങ്ങളിൽ അവർക്ക് കിട്ടിയിരുന്നത്. ഇന്ത്യയുടെ റഡാറിലേ ഇല്ല പാകിസ്ഥാൻ. അങ്ങനെ ഞങ്ങളും ഇവിടെ ഉണ്ട്, ആ എക്സിസ്റ്റൻസ് ഇവർക്ക് കാണിക്കാൻ, അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആവശ്യമാണ്. തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ തിരികെ എത്താം. ശ്രീ ഷാബു